കുണുക്കാൻ കുണുക്കി അമ്മ സ്നാക്സ് ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ബാഗ് എടുത്തോണ്ട് വാ. ഈ പിള്ളേർ ഇത് എന്തെടുക്കുവാ? ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം. അയ്യേ, ഇത് ഫ്രൂട്ട്സോ? ഹായ് ഫ്രൂട്ട്സ്. നിനക്ക് ഇത് ഇഷ്ടാണോ? എനിക്കിത് മതി. അമ്മ വന്നു രണ്ടുപേരും. ചേച്ചിമാരെല്ലാം കഷ്ടാണല്ലോ റെഡിയാകാനായിട്ട്. സ്കൂൾ ബസ് ഇപ്പൊ വരും. സ്നാക്സ് ബോക്സ് ഒക്കെ എടുത്ത് വെക്കണ്ടേ? അമ്മ ഇതാണോ സ്നാക്സ്? പിന്നല്ലാതെ നിനക്ക് വേറെ എന്താ വേണ്ടേ? ചോക്കോസ് ഇല്ലേ? എന്റെ പൊന്നു കുണിക്ക് ഈ ചോക്കോസ് ഒന്നും അത്ര ഹെൽത്തി അല്ല. ഫ്രൂട്ട്സ് കൊടുത്തുവിടാൻ മിസ് പറഞ്ഞിട്ടുണ്ടല്ലോ. മിസ് അങ്ങനൊക്കെ പറയും. എനിക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഫ്രൂട്ട്സ് നീ കഴിച്ചേ പറ്റൂ. ഫ്രിഡ്ജിൽ കേക്ക് ഉണ്ടല്ലോ. കണ്ടോ കുണിക്ക്, മര്യാദക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമാണെന്ന് പറഞ്ഞ കൊച്ചാ നീ കാരണം കേക്ക് എന്ന് പറയണേ. ഫ്രിഡ്ജിൽ കേക്ക് ഉണ്ട്. അത് ഇന്നലെ എല്ലാരും കഴിച്ച് ബാക്കി വെച്ചതല്ലേ. അതൊന്നും സ്കൂളിൽ കൊണ്ടുപോയാൽ ശരിയാവില്ല. വയറ് കേടാകും. കേക്ക് അല്ല, രണ്ടിനും നല്ല ചുട്ടടിയാ ഞാൻ തരാൻ പോണേ. മര്യാദക്ക് ഫ്രൂട്ട്സ് കൊണ്ടുപോയാൽ മതി, കേട്ടല്ലോ. ഞാൻ വെള്ളം എടുക്കാൻ പോയതാ. വെള്ളം എടുത്തോണ്ട് വരാം. ആരും കാണാതെ ഞാനിലെ ഫ്രൂട്ട്സ് കൂടെ കളയാൻ പോവാ. ഞാൻ ഈ ഫ്രൂട്ട്സ് കളഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കേക്ക് എടുത്ത് വെച്ചിട്ട് സ്നാക്സ് ബോക്സിൽ കൊണ്ടിടും. അതോ വല്ലോ നീ അമ്മനോട് പറയരുത്. പറയൂല. ഞാൻ കേക്ക് എടുത്തിട്ട് വരാം. എടുത്തു. പിന്നെ ഫ്രൂട്ട്സ് കളഞ്ഞിട്ട് കേക്ക് വെക്കണം. അതിട്ട് പഠിക്കാൻ പോകണം. ഇനി ക്ലാസ്സിൽ നിന്ന് എല്ലാവരുടെയും കൊതിപ്പിച്ച് തിന്നണം. എന്റെ ദൈവമേ. ഹായ് സബ്സ്ക്രൈബ് ആയി. എനിക്ക് കുടിച്ചിട്ട് ഈ ഫ്രൂട്ട്സ് ഇണ്ടാ മതി. പറ്റൂല, ഞാൻ ബാഗിന് കേക്ക് എടുക്കാൻ പോവാ. അമ്മ നല്ല ടേസ്റ്റ്. ഇച്ചിരി തടി കുടിക്ക്. വേണം നീ ഫ്രൂട്ട്സ് തിന്നോ. ഞാൻ അമ്മയോട് പറഞ്ഞെടുക്കും. നീ അത് മുഴുവൻ തിന്നോ. നല്ല ടേസ്റ്റ്. ഞാൻ ഫ്രൂട്ട്സ് തിന്നട്ടെ. കുട്ടികളെ എല്ലാരും സ്നാക്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞോ? ഞാൻ ഫസ്റ്റ് ആയി ടീച്ചറേ. മിടുക്കി. എല്ലാവരും വേഗം സ്നാക്സ് കഴിച്ചിട്ടേ നമ്മുടെ ഗ്രൗണ്ടിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കളിക്കട്ടോ. നിങ്ങൾ ക്ലാസ്സിൽ തന്നെ ഇരിക്കണ്ട. ഗ്രൗണ്ടിലോട്ടും വരാന്തയിലോട്ടൊക്കെ ഇറങ്ങി കളിക്കുക. ബെല്ലടിക്കാൻ ഇനിയും സമയമുണ്ട്. ബെല്ലടിക്കുമ്പോൾ മാത്രം കയറിയാൽ മതി കേട്ടോ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിയിട്ടൊന്നും കളിക്കരുത് കേട്ടോ. വേണ്ട വേണ്ട, നമുക്ക് ഓടിച്ചിട്ട് കളിക്കാം. ടീച്ചറിനോട് പറഞ്ഞാലോ? വേണ്ട. അയ്യോ കുണിക്ക് ഛർദിക്കണം. ഞാൻ ടീച്ചറിനെ വിളിച്ചോണ്ട് വരാട്ടോ. ടീച്ചറേ, അയ്യോ കുണിക്ക് മോളെ ഛർദിച്ചോ? എവിടെ? പോട്ടെ സാരിയില്ല. നമുക്ക് വായിക്ക് കഴുകി കുറച്ച് വെള്ളം കുടിക്കാം. ഇനി ഛർദിക്കാൻ തോന്നുന്നുണ്ടോ? ഹോസ്പിറ്റലിൽ പോവാട്ടോ. എന്താണാവോ ഇത്ര പെട്ടെന്ന് ഛർദി വരാൻ കാരണം? നിനക്കറിയാന്നോ? എന്താണ് കുണക്ക്, എന്താ പറ്റിയേ? ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് തിന്നോ? എപ്പോ? വീട്ടിൽ വെച്ചാണോ? എന്റെ പൊന്നു കുണിക്ക്, നീ എന്ത് പണിയാ കാണിച്ചേ? അമ്മ തന്നെ നല്ല ഫ്രൂട്ട്സ് കളഞ്ഞിട്ട് വന്നേക്കുന്നു. എന്റെ ദൈവമേ, ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും ഇനി കാര്യമില്ലേ, നമുക്കിതേ മെഡിക്കൽ റൂമിൽ പോയി ഇരിക്കാം കേട്ടോ. ശരി, ഞാൻ ഫോൺ വിളിക്കാം. ദൈവമേ, വീണ്ടും ഛർദിച്ചല്ലോ. ഉടുപ്പിലൊക്കെ വീണു. വേഗം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. വാ കുണിക്ക്. കുണിക്ക്, അമ്മ വേണമെങ്കിലാട്ടോ. സ്കൂളിൽ നിന്ന് ഫോൺ വന്നപ്പോ ഞാൻ പേടിച്ചു പോയി. ഇനി ഒരിക്കലും കുണിക്ക് ഫ്രിഡ്ജിലുള്ളതൊന്നും സ്കൂളിലേക്ക് കൊണ്ടുപോകല്ലേ.